നമ്മുടെ കൽബ് കൊണ്ട് അള്ളാനെ കാണാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ? ഉണ്ടോ? കൽബിൻ്റെ കണ്ണുകൊണ്ട് നമ്മളെ പടച്ച പ്രപഞ്ചനാഥനായ അള്ളാനെ ആസ്വദിക്കാൻ കൊതിയില്ലാത്തത് ആരാണല്ലേ? പക്ഷെ നമുക്കതിന് പറ്റണില്ല. എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടും എൻ്റെ കൽബൊന്ന് തുറന്നു കിട്ടണില്ലല്ലോ, അതിങ്ങനെ പൂട്ടിയിട്ടേക്ക. ആ താക്കോല് ഞാൻ നിങ്ങൾക്ക് തരട്ടെ. ഈ താക്കോല് കൊണ്ട് കൽബൊന്ന് തുറന്നാൽ നമുക്ക് അള്ളാനെ ദർശിക്കാൻ പറ്റും. കൽബിൻ്റെ കണ്ണുകൊണ്ട് അള്ളാനെ ആസ്വദിക്കാൻ പറ്റും. ആ ആസ്വാദനം കിട്ടിയാൽ പിന്നെ ഈ ലോകത്തോ പരലോകത്തോ നമുക്ക് ടെൻഷനുണ്ടോ? ഒരു ടെൻഷനും ഇല്ലല്ലോ, സന്തോഷം മാത്രമേ ഉള്ളൂ. അള്ളാഹു അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസമാണ് അല്ലേ? നമുക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ അള്ളാനെ ചർച്ച ചെയ്യുന്ന ദിവസമാണ്. നമ്മുടെ സ്വഭാവുൽ ഖൈറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പലരും പറയുന്നൊരു കാര്യമുണ്ട്. പല ഉസ്താദന്മാരും പല മജ്ലിസുകളും നടത്തുമ്പോൾ കേവലം കുറേ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിപ്പോകുന്നു. പക്ഷേ ആ ദിക്റുകളിലൂടെ ഒന്നും കിട്ടാനില്ല നമുക്ക്, അല്ലേ? എന്നാൽ നമ്മളിവിടെ സ്വഭാവുൽ ഖൈറിലൂടെ അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പടച്ചോനെ കണ്ടതെങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ട് ദിക്റ് ചൊല്ലിപ്പിക്കാൻ, അല്ലേ? അവരാ ദിക്റിലൂടെ ഫലം കണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ദിക്റ് ചൊല്ലിക്കണത്. അപ്പോൾ നമ്മൾ ചൊല്ലുന്നത് മറ്റൊരു സദസ്സിൽ 1000 ചൊല്ലുന്നതിലേറെ ഇവിടെ ഈ ബോധ്യത്തിൽ ഒരൊറ്റ ദിക്റ് ചൊല്ലിയാൽ ആഹാ, നമ്മുടെ ദുനിയാവ് ആഖിറൊക്കെ സെറ്റായി. അപ്പോൾ നമ്മുടെ കൽബൊന്ന് തുറന്നു കിട്ടണം, അല്ലേ? നമ്മൾ കൽബൊക്കെ പൂട്ടിയിട്ടേ കാണുന്നത്. അതാണ് നമുക്ക് ഈ പറയുന്ന ഒരു സമാധാനം ആസ്വദിക്കാൻ പറ്റാത്തത്, അള്ളാനെ കാണാൻ പറ്റാത്തത്, മുത്ത് റസൂലിനെ ദർശിക്കാൻ പറ്റാത്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കൽബൊന്ന് തുറന്നാലോ? എന്തെങ്കിലും ഒരു താല്പര്യമുണ്ടോ നമുക്ക്? കൽബൊന്ന് തുറക്കണ്ടേ? അള്ളാനെ കാണണ്ടേ? അപ്പോൾ അതിനുള്ള വഴി എന്താണെന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് പഠിക്കാം. അള്ളാഹു അങ്ങനെയുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അക്കൂട്ടത്തിൽ ഈ അള്ളാഹിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ ഈ റിലീഫ് പദ്ധതിയിൽ നമ്മൾ നിരന്തരം കാണുന്ന 1-2 നമ്പറുകളുണ്ട്, അല്ലേ? ഒരു QR കോഡുണ്ട്. കഴിയുന്നവരൊക്കെ അതിലേക്ക് ഹദിയ ചെയ്യണം. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ ഞാനും അതിലേക്ക് ഹദിയ ചെയ്യാറുണ്ട്, മനസ്സിലായോ? ഞാനത് നിങ്ങളോട് പറയുക മാത്രമല്ല. അപ്പം നമ്മൾ ഒരുമിച്ചത് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ റഹ്മാനായ തമ്പുരാനുണ്ടാവൂലേ? അപ്പോൾ ആ ബോധ്യത്തിൽ തന്നെ എല്ലാവരും ഹദിയ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ കൽബ് തുറന്നു കിട്ടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. നമുക്ക് ഒരുമിച്ച് ഒന്ന് കേൾക്കാം. നിർത്തിയത് എവിടെയായിരുന്നു? ഹുദ് മിൻ അംവാലിഹിം സ്വദഖത്തൻ, അല്ലേ? ആ ആയത്തിലാണ് നമ്മൾ നിർത്തിയത്. പിന്നെ നമ്മൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ആരോടാ? യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു. ഈമാനുള്ളവരെ നിങ്ങൾ റസൂലുള്ളാഹിന്റെ മേലിൽ സ്വലാത്തും സലാമും. പിന്നെന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു സൂറത്തുൽ ഹുജറാത്തിൽ ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തിൻ്റെ. റസൂലുള്ളാഹിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം പൊങ്ങിപ്പോകരുത്, അല്ലേ? അതും ആരോടാ പറഞ്ഞത്? എങ്ങനെ പറയാൻ കാരണം എന്താ? റസൂലുള്ളാഹിന്റെ കഥ പറയുമ്പോഴൊക്കെ ഈമാനുള്ളവരോട് വിളിച്ചു പറയാൻ കാരണം മുസ്ലിങ്ങളെ അല്ലെ യാ യുഹന്നാസ് എന്നൊന്നും അല്ല പറഞ്ഞത്. യാ യുഹല്ലദീന ആമനു മുസ്ലിങ്ങളോടല്ല, മുഅ്മിനീങ്ങളോടാണ്. എന്തേ കാരണം? എന്തായിരിക്കും? 500 രൂപ സമ്മാനം ആരാ പറയും? ആരാണ്? എന്തായിരിക്കും അങ്ങനെ വിളിച്ചു പറയാൻ കാരണം? നിങ്ങളുടെ മനസ്സിൽ വരുന്നൊരു ഉത്തരം ഉണ്ടാവൂലേ? ഇസ്മായിൽ സാഹിബ് പോയോ? എന്തായിരിക്കും? അവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അവരോട് പറഞ്ഞിട്ട് അല്ലേ? എന്നെ അവളെ മനസ്സിലാക്കിയിട്ടുള്ളൂ, നിനക്കൊന്നും എന്നെ മനസ്സിലാവൂലടാ. എന്നെ അവളെ മനസ്സിലാക്കിയിട്ടുള്ളൂ, നിനക്കൊന്നും എന്നെ മനസ്സിലാവൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കിയതാരാ? മുഅ്മിനീങ്ങളാ, മുസ്ലിങ്ങളല്ല, മുഅ്മിനീങ്ങളാ. ആ മുഅ്മിനീങ്ങളോടാ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ. നിങ്ങൾ ശബ്ദം ഉയർത്തിപ്പോരുതേ. റസൂലുള്ളാഹിനെ അറിയാത്തവനോട് പറഞ്ഞു. അതിനിപ്പോ എന്താ? സൗണ്ട് ഉയർത്തിയപ്പോൾ ശിർക്ക് വരുമോ? സൗണ്ട് ഇപ്പൊ ഇച്ചിരി കൂടിയപ്പോൾ ശിർക്ക് വരുമോ?
അല്ലേ? വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅദികും ലിബഅദ്. നിങ്ങൾ കൂട്ടുകാരി തമ്മിൽ വർത്താനം പറയണ പോലെയൊന്നും എൻ്റെ റസൂലുള്ളാഹിനോട് വർത്താനം പറയരുത് കേട്ടോ. അങ്ങനെ നിങ്ങൾ പറഞ്ഞെന്ത് സംഭവിക്കും? അൻ തഹ്ബത അഅമാലുക്കും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങളറിയാതെ നിങ്ങൾ നിസ്കരിച്ചതും നോമ്പ് പിടിച്ചതും സക്കാത്ത് കൊടുത്തതും ഹജ്ജ് ചെയ്തതും ഒക്കെ ഞാൻ പൊളിച്ചു കളയും. അല്ലാഹു റബ്ബുൽ ആലമീൻ. നിങ്ങൾ എന്ത് ചെയ്തുള്ളൂ? ഇത്തിരി സൗണ്ട് കൂടിയുള്ളൂ. അല്ലാഹു റബ്ബ്. എന്ത് ഇവിടുത്തെ വിഷയം എന്താ? റസൂലുള്ളാഹിയോട് അദബ് കേട് കാണിച്ചാൽ അത് ആർക്ക് സഹിക്കാൻ പറ്റൂല? ആർക്ക് പറ്റൂല? അല്ലാഹുക്ക് പറ്റൂല. അവിടെയാണ് ഇതിന്റെ മർമ്മം കിടക്കണത്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് നമ്മളെന്ന് പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആരുടെ തൃപ്തിയാണ്? നല്ല ഇഷ്ടപ്പെടുന്നത് ആരുടെ തൃപ്തിയാ? റസൂലുള്ളാന്റെ. ആരുടെയാണ്? വലസൗഫ യുഅ്തീക റബ്ബുക. അതായത് നമ്മൾ അമല് ചെയ്യുന്നത് ആരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്? ആരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്? നല്ല അമല് ചെയ്യുന്നുണ്ട്. വലസൗഫ യുഅ്തീക, അതൊരു അമലാണല്ലോ. ഞാനിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് നിരന്തരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് മതിയെന്ന് പറയുന്നത് വരെ ഞാൻ തന്നുകൊണ്ടിരിക്കും, ഞാൻ അങ്ങയെ തൃപ്തിപ്പെടുത്തും. ആര് പറയാ? റബ്ബുൽ ആലമീൻ. ഇത് മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് മനസ്സിലാകണമെങ്കിൽ കൽബിന്റെ പൂട്ട് തുറ, അല്ലെങ്കിൽ മനസ്സിലാവൂല. ഇപ്പോ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് ഓട്ട മത്സരം നടത്തി. ആരായിട്ട്? ആയിഷ ബീവിയായിട്ട്. റസൂലുള്ളാഹ് എന്ത് ചെയ്തു? തോറ്റു കൊടുത്തു അല്ലേ? ആയിഷയുടെ സന്തോഷമാണ് എൻ്റെ വിജയം. അല്ല, അങ്ങനല്ലേ? ഞാൻ തോറ്റോ ഇല്ലയോ എന്നുള്ളതൊന്നല്ല അവിടുത്തെ വിഷയം. അത് ഭാര്യയും ഭർത്താവാണ്. ആ തോൽവിയൊക്കെ കുറച്ചു നേരത്തെ, ഓട്ട മത്സരമൊക്കെ കുറച്ചു നേരത്തേക്കാണ്. ആ ലൈഫ് ലോങ് സന്തോഷത്തിന് ആ തോൽവി, ആയിഷയുടെ സന്തോഷമാണ് എൻ്റെ വിജയം, അതിന് എൻ്റെ തോൽവി കാരണമായിക്കോട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹ് പരീക്ഷിച്ചു. ആരാ പരീക്ഷിച്ചത്? അള്ളാഹ്. ഇബ്രാഹിം നബി തോറ്റോ ജയിച്ചോ? അപ്പൊ ആര് തോറ്റു? ആര് തോറ്റു? നിങ്ങൾ പറയണില്ല. അപ്പൊ എങ്ങനെ അള്ളാഹ് തോറ്റു എന്നൊക്കെ പറയാം അല്ലേ? അതൊരു ആലങ്കാരിക ഭാഷയായിട്ട് മനസ്സിലാക്കിയാൽ മതി. തന്റെ അടിമ ആ അടിമ ജയിക്കുന്നത് കാണാനാണ് ആർക്കിഷ്ടം? ആ വിളികൾക്ക്. അതല്ല, ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ നിങ്ങൾ മോനെ എന്ന് വിളിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടം ആ കുട്ടി വാപ്പാന്ന് വിളിക്കണേക്കാനല്ലേ? ചെറിയ കുഞ്ഞ്, 1 വയസ്സായിട്ടുള്ളൂ. ആ കുട്ടി എങ്ങാനും ഉമ്മീന്ന് വിളിക്കണതിന് മുമ്പ് വാപ്പീന്ന് വിളിച്ചു നോക്കിയാൽ ഞങ്ങളുടെ സന്തോഷം എന്തായിരിക്കും? ഭയങ്കര സന്തോഷമായിരിക്കൂലേ? അല്ല, അങ്ങനെയല്ലേ? ആ, എന്നാൽ ഈ കുഞ്ഞിനെയാണ് അറക്കാൻ ആര് പറഞ്ഞത്? ഈ വാപ്പിന്ന് വിളിച്ചു തുടങ്ങണ കുഞ്ഞിനെയാണ് അറക്കാൻ ആര് പറയണത്? എന്തിനാ? അള്ളാഹ്ക്ക് ഇതാണ് ഇപ്പൊ ഇഷ്ടം. എന്നെ റബ്ബേന്നൊന്ന് നീ വിളിക്കുമോനെ, അത് കേൾക്കാൻ എനിക്കും ഇഷ്ടം. നിന്റെ റബ്ബേ എന്നുള്ള വിളി, റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു വിളി, ആ വിളി കേൾക്കാനാണ് ആർക്കും ഇഷ്ടം. കൽബിൽ അള്ളാഹ് ഇല്ലാണ്ട് ഇപ്പൊ എങ്ങനെ വിളിക്കാൻ പറ്റും? വെറുതെ ഉള്ള വിളിയല്ല. കൽബിൽ ആരുണ്ടാകണം? അൽ ഖൽബു അർശുല്ലാഹി ദുൽ ഇംകാനി വബൈതുഹുൽ മഅമൂറു ഫിൽ ഇൻസാനി. അബ്ദുൽ കരീമുൽ ജീലി പാടിയതാണ്. ഈ ഹൃദയം ഒന്ന് തുറന്നു കിട്ടണം അല്ലേ? ഹൃദയത്തെക്കുറിച്ച് ഇപ്പോ ഗസാലി ഇമാമ് ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? മനുഷ്യന്റെ ഹൃദയത്തെക്കുറിച്ച് അത് അജായിബാണെന്നാ പറഞ്ഞത്. ഹൃദയത്തിന്റെ ഒരുപാട് അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് മഹാനായ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു. ബാബു അജായിബിൽ ഖൽബ്, ഹൃദയത്തിന്റെ അത്ഭുതങ്ങളെ വിവരിക്കുന്ന അധ്യായം എന്നാണ്. അപ്പൊ അള്ളാനെ കിട്ടണമെങ്കിൽ ആദ്യം ഹൃദയം എന്ത് ചെയ്യണം അല്ലേ? അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. അള്ളാനെ കിട്ടണമെങ്കിൽ, ആ നൂറ് കിട്ടണമെങ്കിൽ ഹൃദയം തുറക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ കൃത്യമായിട്ട് പഠിപ്പിക്കാൻ. ആ നൂറ് നമുക്ക് കിട്ടും. ഹൃദയം തുറന്നാൽ അള്ളാന്റെ നൂറ് കിട്ടും. ആ നൂറിൽ നിന്ന് ജീവിച്ചു നോക്കിയേ. കല്യാണ ജീവിതം അടിപൊളിയാവും, കച്ചവടം മനോഹരവും, കുടുംബജീവിതം, പാരന്റിങ് അടിപൊളിയാവും. ആ നൂറ് കൽബിലുണ്ടായാൽ മതി. എന്ത് രസമായിരിക്കും. അള്ളാഹ് എന്ന നൂറ്, റസൂലുള്ള എന്ന നൂറ്
ഈ 100 കൽബിലുണ്ടെങ്കിൽ ആ 100-ൽ നിന്നുകൊണ്ട് കല്യാണം കഴിച്ചു നോക്കി ആ ജീവിതത്തിന് എന്ത് രസമായിരിക്കും. അല്ല അങ്ങനെയല്ലേ? ആ 100-ൽ ലയിച്ച ഭാര്യയും ഭർത്താവുമാണെങ്കിൽ ആഹാഹാ അല്ലേ, ഹൈ ഹൈ അടിപൊളിയാന്നല്ലേ. അള്ളാഹു അങ്ങനെ ആസ്വദിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. എന്നാൽ ഈ 100 കിട്ടാത്തവരോ, ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്, അവർക്ക് ഈ 100 കിട്ടിയിട്ടില്ല. അവരുടെ ഹൃദയം ഇങ്ങനെ, നമ്മളിന്ന് ഉച്ചക്ക് പറഞ്ഞില്ലേ, കടുത്ത ഒരു കുടുംബജീവിതം ആസ്വദിക്കാൻ പറ്റൂല. കച്ചവടം ആസ്വദിക്കണമെങ്കിൽ ലാഭം കിട്ടിയാലും സന്തോഷം, ഇത് ഹൃദയം കടുത്തോൻ ആസ്വദിക്കാൻ പറ്റൂല. അവന്റെ കൽബിൽ നൂറുള്ള ഇല്ല, അവന്റെ കൽബിൽ എന്തില്ല? അപ്പൊ നൂറുള്ള ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ അള്ളാഹ് ആദ്യം കൊടുക്കുന്നത് ശറഹ് സ്വദ്റാൻ, ഹൃദയത്തിന്റെ വിശാലതയാണ്. അലം നശ്റഹ് ലക സ്വദ്റക്, അങ്ങയുടെ ഹൃദയം നാം വിശാലമാക്കിയില്ലേ. എന്നിട്ടാണ് അള്ളാഹ് എന്ത് കൊടുത്തത്? നുബുവത്ത് കൊടുത്തത് അല്ലേ. ഞാനൊരു ചെറിയ കറിപ്പാത്രം കൊണ്ടുപോയിട്ട് 1 കിലോ ബീഫ് കറി ഇതിലേക്ക് വിളമ്പിയേക്കെന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കൂലല്ലോ. അപ്പൊ ആ 1 കിലോ ബീഫ് കറി വിളമ്പാൻ പറ്റിയ പാത്രം സെറ്റ് ചെയ്യണം, വലിയ പാത്രമായിരിക്കണം. അപ്പൊ നൂറുള്ളയും 100 മുഹമ്മദും 100 വിലായത്തും ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഈ ഹൃദയം എന്ത് ചെയ്യണം? അലം നശ്റഹ്, ഹൃദയം വിശാലാകണം. ഇപ്പൊ നമ്മളിത് നിസ്കാരത്തിന്റെ കഥ പറഞ്ഞില്ലേ, ഈ ഫാത്തിഹ തുടങ്ങുന്ന സമയത്ത് നമ്മൾ നിസ്കരിച്ചു തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, ആ സംഗതി ക്ലിയർ ആയാലാണ് പൂട്ട് തുറക്കുക. പിന്നെ നേരിട്ട് വർത്താനം പറയാ, ഇയ്യാക, നിന്നെ മാത്രം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ, അത് ഭയങ്കര രസം. നമ്മള് ബിസ്മിയുടെ ആശയമൊക്കെ വളരെ മൈന്യൂട്ടായ നിലക്കൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ട് നിങ്ങൾ? എന്താ ബിസ്മിയുടെ അർത്ഥം? ഒരർത്ഥം പറഞ്ഞേ. അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ. അപ്പൊ അള്ളാന്റെ നാമം കൊണ്ട് എന്ന് പറയുമ്പോ ഏത് നാമം കൊണ്ടാ തുടങ്ങുന്നേ? ബിസ്മില്ലാഹി, അള്ളാന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങും. ഏത് നാമം കൊണ്ട്? അല്ല അങ്ങനല്ലേ? അള്ളാന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നാമം വേണ്ടേ? അല്ലെങ്കിൽ അല്ല എന്ന നാമം കൊണ്ട്, അങ്ങനെ ഒരു അർത്ഥം അവിടെ കിട്ടൂല. അള്ളാന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു. അപ്പൊ അത് ഏത് നാമം? അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങൾ കൊണ്ടും സഹായം തേടി ഞാൻ തുടങ്ങുന്നു. റഹ്മാൻ, അവൻ ആരാണ്? വഴിപ്പെട്ടവർക്കും. അപ്പൊ അതില് ആ ബിസ്മി നമുക്ക് ഫലിക്കണമെങ്കിൽ ഈ റഹ്മാനിയത്ത് എവിടെ ഉണ്ടാകണം അല്ലേ? നമ്മുടെ മശായിഖന്മാരൊക്കെ പറയും ആ റഹ്മാനിയത്ത് നമ്മളിൽ ഉണ്ടാകണം. വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണ് നീയെങ്കിൽ ആ റഹ്മാനായ റബ്ബിനെ നിനക്കും ആസ്വദിക്കാൻ പറ്റും. നിനക്ക് ആവൽഘട്ടങ്ങളിൽ സഹായിച്ചവനോടും നിനക്കൊരു അത്യാവശ്യം വന്നപ്പോൾ തിരിഞ്ഞു നോക്കാത്തവനോടും ഒരുപോലെ ചിരിക്കാൻ കഴിയുന്നുണ്ടോ? ഫാത്തിഹ സെറ്റാണ്. മനസ്സിലായോ? നിനക്കൊരു അത്യാവശ്യം വന്നപ്പോൾ നീ ഒരാളെ വിളിച്ചു, ഭയങ്കര അടുത്ത ക്ലോസ് ഫ്രണ്ടാണ്. വിളിച്ചപ്പോ എടാ എനിക്കൊരു അത്യാവശ്യമായിട്ട് 1 ലക്ഷം വേണം. ഞാനൊന്നും തരൂല, നീ തന്നാ തിരിച്ചു തരൂലടാ, അവൻ ഫോൺ കട്ട് ചെയ്തോളന്നു. അടുത്ത ഒരാളെ വിളിച്ചു, ഒരു പ്രതീക്ഷയില്ലാണ്ട് വിളിച്ചതാണ്, ഒരു 1 ലക്ഷം വേണം. ഞാൻ തരാം, നീ തിരിച്ചു തന്നാൽ മതി, ഇത്രാം തീയതിക്കുള്ളിൽ തിരിച്ചു തന്നാൽ മതി. ഈ 2 പേരെയും ഒരുപോലെ കാണാൻ നിനക്ക് എന്ന് പറ്റുന്നോ അന്ന് ഫാത്തിഹ റെഡിയാവും. അതാണ് റഹ്മാനിയത്ത്. ഈ റഹ്മാനിയത്ത് ക്ലിയർ ആകാതെ എത്ര തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതിയാലും അതിന്റെ ഫലം നമുക്ക് ആസ്വദിക്കാൻ പറ്റൂല, കൽബ് തുറയൂല. അപ്പൊ കൽബ് തുറന്നു കിട്ടണം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഇടയ്ക്കൊക്കെ നമ്മളിന്ന് ചിന്തിച്ചു നോക്കാം, എന്നെ വെറുപ്പിച്ചവരാരാണ്? അതല്ലേ ഞാൻ പറഞ്ഞത്. പള്ളിയിലേക്ക് കയറി വരുമ്പോ അള്ളാഹ് പറഞ്ഞ എന്താ? ഹുദു സീനത്തക്കും, നിങ്ങൾ ഭംഗിയുള്ളവരാകണം, ഡ്രസ്സിന് ഭംഗി ഉണ്ടാവണം, അതോടൊപ്പം അതിനേക്കാൾ വരി ഹൃദയത്തിന്. അതേ എന്നെ തെറി പറഞ്ഞു അതേ പള്ളിയുടെ മൂലക്കിരിക്കണ്, അവനെ കാണുമ്പോ ആദ്യം പറയണം അല്ല അങ്ങടൊന്നും ചൂണ്ടല്ലോട്ടോ, വെറുതെ പറഞ്ഞാണ് അല്ലേ, അസ്സലാമു അലൈക്കും എന്ന് ആദ്യം അവനോട് പറയണം. മനസ്സിലായോ? അതാണ് പള്ളിയിലേക്ക് വരുമ്പോ നിങ്ങൾ ഭംഗിയുള്ളവരാകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഖുദ്സിന്റെ താഴ്വരയിലാണ് വരുന്നത്. ആ പാട്ടൊന്ന് പഠിക്കണം. അവിടെ സുഹൈലോടെ അല്ലേ? ധരിച്ചതെല്ലാം, ആ പാട്ടിങ്ങനെ പഠിക്കട്ടെ, സംഗതി വെറുതെ പാട്ട് കേട്ട് പോകാനല്ല. ധരിച്ചതെല്ലാം അഴിച്ചു വെച്ച് മൂസാ നബിയെ കേറിവാ. ഈ പള്ളിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ
മനസ്സിലുള്ള ദേഷ്യം, വാശി, വൈരാഗ്യം എല്ലാ സാധനവും അവിടെ അഴിച്ചു വെച്ചിട്ട് നഗ്നവാദനായി അള്ളാനെ മാത്രം കൽബിൽ വിചാരിച്ച് സൂപ്പറായിട്ട് ഇങ്ങോട്ട് കയറിപ്പോരും. ഹുദു സീനത്തക്കും, നീ നല്ല അടിപൊളി ലുക്കുള്ളവനാണെന്ന് അള്ള പറയും. അള്ള സർട്ടിഫൈ ചെയ്യും. നടക്കുവോ? ലൗതോഫിക്കട്ടെ. എവിടെ ഇരിക്കണം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഇതിലിപ്പോ ആരൊക്കെ ചൂണ്ടിക്കാണിക്കണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദേഷ്യമുള്ള എത്ര പേരുണ്ടാവും കൂട്ടത്തില്? ചില എന്നൊരുത്തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തെറി വിളിച്ചു. എൻ്റെ ഉമ്മാക്കും പാപ്പാക്കൊക്കെ വിളിക്കണം. ഞാൻ പടിയിൽ അൽഹംദുലില്ലാ എന്ന് ഇട്ട് കൊടുത്തു. അപ്പൊ അതിൻ്റെതായ ഇവനൊന്നും നാണോ മാനോ ഇല്ല, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞേക്കണം. പക്ഷെ അത് ആസ്വദിക്കുകയാണ്. അതൊരു ആസ്വാദനാണ് അല്ലേ? അങ്ങനല്ലേ അല്ലേ? അതിലൊരു ആസ്വാദനല്ലേ? നിങ്ങൾ പറയും. നമ്മൾ ദീൻ പറഞ്ഞതിന്റെ പേരില്, നല്ലത് പറഞ്ഞതിന്റെ പേരില് തെറി വിളിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ അല്ലേ? അങ്ങനല്ലേ? അങ്ങനല്ലേ? ഹുദൂസീനത്തക്കും, അതാണ് നിങ്ങളുടെ ഭംഗി. അള്ളാഹു ആ ഭംഗി ആസ്വദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ശറഹുസ്വദർ, ഹൃദയത്തിന്റെ വിശാലതയാണ് ആദ്യം ഉണ്ടാവുക. അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് നൂറ് തന്നാൽ നിങ്ങളിൽ ഒരു അടയാളം കാണും. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് അവിടുന്ന് പറയുന്നുണ്ട്, ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ അൽ ഖൈറ, പടച്ചോ നിങ്ങൾക്ക് ഗുണം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും? പടച്ചോ നിങ്ങൾക്ക് സമ്പത്ത് തരുന്നോ ഒന്നുമല്ല പറയണത്. അള്ളാഹ് ചെയ്യണ പരിപാടി ജഅല ലഹു വാഇളം മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ പടച്ചോൻ ഒരു മൊയ്ലിയാരെ തരും. നിങ്ങൾക്ക് വഅദ് പറഞ്ഞു തരാൻ, നിങ്ങൾക്ക് വഅദ് പറഞ്ഞു തരാൻ ഒരാളെ അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൽ ഇട്ട് തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. നീ ഒരു തിന്മ ചെയ്യാൻ പോകുമ്പോ ചെയ്യല്ലേ എന്നുള്ളിന്ന് വിളിച്ചറിയും. ഒരു ഹൈറിലേക്ക് പോകുമ്പോ വേഗം ചെയ്തോ എന്ന് നിന്നെ പ്രേരിപ്പിക്കും. അങ്ങനെ ഒരു വാഇലിനെ, വഅദ് പറയുന്ന ആളെ അള്ളാഹ് ഹൃദയത്തിൽ ഇട്ട് തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. നബി തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. 2 ബാധയുണ്ട് നമുക്ക്. എത്ര ബാധയുണ്ട്? 2 തരം ബാധകൾ. ഒന്ന് ശൈത്താന്റെ ബാധയുണ്ട്, മലക്കിന്റെ ബാധയുണ്ട്. പിശാച് ബാധയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മലക്കൊക്കെ ബാധിക്കുമെന്നുണ്ട്. എന്താ മലക്കിന്? പിശാചിന് ബാധിച്ചപ്പോ മലക്കിന് ബാധിച്ചൂടെ? ഇല്ലേ? 2 തരം ബാധയുണ്ട്. നമ്മുടെ കൂടെ കരീനായ ശൈത്താനുണ്ടാവും, കരീനായ മലക്കുണ്ടാവും. ഈ മലക്കിന്റെ ഉപദേശം ഹൃദയ വിശാലത കിട്ടി, നൂറുള്ള കൽബിൽ കിട്ടിയ ഒരു മലക്കിന്റെ ഉപദേശം കേൾക്കും. നൂറുള്ള അടഞ്ഞുപോയവർ ആരുടെ ഉപദേശം സ്വീകരിക്കും? ആരുടെ? ശൈത്താന്റെ ഉപദേശം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആരുടെ സ്വീകരിക്കണം? അത് അള്ളാന്റെ ഭാഗത്തുള്ളൊരു തൗഫീഖാണ് അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി, നമുക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവും. ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കി, ചിലപ്പോൾ ഇന്നാലിന്ന സമയത്ത് ഞാൻ ആ തെറ്റ് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നൊരു ഉൾവിളി ഞാൻ കേട്ടല്ലോ, നീ അത് ചെയ്യല്ലേ. അപ്പൊ ശൈത്താൻ വേഗം പറയും, ഇപ്പോഴാണ് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്തോ, എന്നിട്ട് തൗബ ചെയ്താൽ മതി, അല്ലാഹ് കാരുണ്യവാനല്ലേ. ഈ കാരുണ്യവാൻ ചീട്ടിറക്കണത് 3/4 ശൈത്താന്റെ പണിയാണ്. എല്ലാ തോന്നിയാസം കാണിച്ചിട്ട് അത് അള്ളാനെ പറ്റിക്കാൻ പോണ പരിപാടിയാണ് അല്ലേ? അള്ളാഹ് കാരുണ്യവാൻ തന്നെയാണ്. പക്ഷെ ആ കാരുണ്യവാൻ എന്ന പേരും വെച്ചിട്ട് എല്ലാ തോന്നിയാസവും കളിച്ചാലോ അത് അള്ളാഹുടെ മഹബത്തുള്ളവൻ ചെയ്യണ പരിപാടിയാണോ? അല്ലല്ലോ, അല്ല. അപ്പൊ നമ്മുടെ കൽബില് മലക്കും തോന്നിപ്പിക്കും, ശൈത്താനും. അപ്പൊ നിങ്ങളിൽ അള്ളാഹ് ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാനുള്ള ഒറ്റ വഴിയാണ്, നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു ഒരു ഉപദേശകനെ ഇട്ട് തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അതാണ് അബ്ദുൽ കരീം അൽ ജീലി തങ്ങൾ പാടിയത്, അൽ ഖൽബു അർശുല്ലാഹ്, അള്ളാഹുവിന്റെ അർശിന്റെ ഫോട്ടോസ്റ്റാറ്റാണ്, ഈ ഭൂമിയിലെ ഫോട്ടോസ്റ്റാറ്റാണ് ഈമാനുള്ള മനുഷ്യന്റെ, അത് മുഅ്മിനീങ്ങളുടെയാണ്, മുഅ്മിനിന്റെ ഖൽബ്. വബൈത്തുൽ മഅമൂറു, ബൈത്തുൽ മഅമൂർ ഖുർആനിൽ അല്ലാഹ് സത്യം ചെയ്തിട്ടുണ്ട്, വൽ ബൈത്തുൽ മഅമൂർ, ബൈത്തുൽ മഅമൂർ തന്നെ സത്യം. ഏതാണ് ഈ ബൈത്തുൽ മഅമൂർ എന്നറിയോ? കഅബാലയത്തിന്റെ നേരെ മുകളില് 7 ആകാശത്തിന്റെ അപ്പുറമുള്ള ഒരു പള്ളിയാണ്. കഅബയെ പോലെ തന്നെ അതേ ആകൃതിയിലുള്ള പള്ളിയാണ്. ആ പള്ളിയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരു ദിവസം 70,000 മലക്കുകൾ അതിനിങ്ങനെ തവാഫ് ചെയ്യും. ഒരു ദിവസം തവാഫ് ചെയ്ത മലക്ക് പിന്നെ ചെയ്യൂല. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ മലക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയാ മലക്കുകളുടെ ഒരു കൗണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അങ്ങനെയുള്ള അള്ളാഹു ബഹുമാനിച്ച ആ പള്ളി, അതിന്റെ ഫോട്ടോ കോപ്പി എവിടെ ഉണ്ട്? ഈ ദുനിയാവിലെ മുഅ്മിനിന്റെ ഹൃദയത്തിലുണ്ട്. അവന്റെ ഹൃദയത്തിൽ ഇങ്ങനെ അള്ളാഹുവിന്റെ ചിന്ത തവാഫ് ചെയ്തോണ്ടിരിക്കാൻ. അവനെ തവാഫ് ചെയ്യാൻ മലക്കുകൾ ഉണ്ടാവും. അവന് നല്ലത് പറഞ്ഞു കൊടുക്കാൻ, അവന് സംരക്ഷണം നൽകാൻ അള്ളാന്റെ പട്ടാളമായ മലക്കുകൾ ഉണ്ടാവും. അവന് കാവൽ കൊടുക്കാൻ. അവൻ ഒറ്റ കാര്യം ചെയ്യേണ്ടതുള്ളൂ, അവന്റെ കൽബിൽ അള്ളാഹുവിനെ ആസ്വദിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ അർശായി മാറാൻ മാത്രം അവന്റെ ഹൃദയത്തെ
ഒരുക്കുക, അതിനുള്ള വഴി തേടുക. എങ്ങനെ എനിക്ക് ഒരുക്കാൻ പറ്റും? ആരിത് ഒരുക്കിത്തരും? ഒരുക്കണമെങ്കിൽ ഒരുക്കിത്തരാനുള്ള ഒരാൾ വേണ്ടേ? അപ്പൊ ഒരുക്കിത്തരുന്നത് ആരാണ്? എവിടെ നിന്ന് എനിക്കത് ഒരുങ്ങാൻ പറ്റുക? ആ വഴി തേടിപ്പോക എന്നുള്ളൊരു സംഗതി മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ നമുക്കല്ല ഇങ്ങനെ ഇരിക്കാനുള്ളൊരു തൗഫീഖ് തന്നില്ലേ അല്ലേ? അള്ളാഹു അത് നിലനിർത്തി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ ഗസാലി ഇമാം പറയുന്നുണ്ട്, ഞാൻ ചുരുക്കാൻ, മനുഷ്യ ഹൃദയത്തിന്റെ ഒരു ഉദാഹരണം ഒരുപാട് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമുണ്ടോ? മനുഷ്യ ഹൃദയത്തിന്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു ഒരു രാഷ്ട്രം പോലെയാണ് മനുഷ്യന്റെ ശരീരം, ഒരു രാജ്യം പോലെ. ഈ രാജ്യത്തിന്റെ രാജാവാണ് ആര്? ആര്? ഹൃദയം. പിടി കിട്ടിയോ? ഒരു രാജ്യം പോലെയാണ് ശരീരം, രാജ്യത്തിന്റെ തലവനാണ് ആര്? ഹൃദയം. അപ്പൊ ഒരു രാജ്യമാകുമ്പോൾ അവിടെ എന്തൊക്കെ വേണം? പട്ടാളം വേണം, പിന്നെ കൃഷിക്കാർ വേണം, പോലീസ് വേണം, തൊഴിലാളികൾ വേണം, അങ്ങനെയുള്ള സംഗതികളൊക്കെ വേണ്ടേ? എന്നാൽ വലിൽ ഖൽബി ജുന്ദാനി, ഹൃദയത്തിന് 2 തരം പട്ടാളക്കാരുണ്ട് എന്ന് ഇമാം ഗസാലി. 2 തരം പട്ടാളക്കാരുണ്ട്. ഒന്ന് കണ്ണുകൊണ്ട് കാണുന്ന പട്ടാളക്കാരാണ്. കണ്ണുകൊണ്ട്, അതായത് ഇപ്പോ കൈ, കാല്, എൻ്റെ മൂക്ക്, കണ്ണ്, ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇല്ലേ? എനിക്ക് കാണാൻ പറ്റും. എൻ്റെ കണ്ണ് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു പ്രതിബിംബമായി എനിക്ക് പലപ്പോഴും കാണാൻ പറ്റും ഇല്ലേ? പറ്റും. ഈ കണ്ണ് ഹറാമിലേക്ക് നോക്കുന്നത് എവിടെ നിന്ന് നിർദ്ദേശം കിട്ടുമ്പോഴാണ്? ഹൃദയത്തിൽ. അപ്പോ ഇത് ഹൃദയത്തിന്റെ പട്ടാളമാണ്. ഞാൻ ഒരാളെ കാരണം നോക്കി ഒന്ന് കൊടുക്കണത് എനിക്ക് എവിടെ നിന്ന് നിർദ്ദേശം കിട്ടുമ്പോഴാ? ഹൃദയത്തിൽ. അപ്പൊ ഈ കാണുന്ന അവയവങ്ങളെ മെരുക്കേണ്ട പരിപാടി ആർക്കാണ് ശരിക്കും? ഹൃദയമാണ് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലേ? അല്ലേ? അതുപോലെ തന്നെ കാണാത്ത വജുന്തുൻ ലാ യുറാ ഇല്ലാ ബിൽ ബസായിർ, ഉൾക്കണ്ണുകൊണ്ട് മാത്രം കാണുന്ന കുറെ പട്ടാളക്കാരുണ്ട്. ഏതാണത്? ശഹ്വത്ത്, ആഗ്രഹം. ഒരെണ്ണം ആഗ്രഹമാണ്. ആഗ്രഹം ഇല്ലാതെ നമുക്ക് ജീവിതം ഉണ്ടോ? ആഗ്രഹം ഇല്ലാണ്ട് കല്യാണം കഴിക്കും ആരെങ്കിലും? കല്യാണം കഴിക്കോ? ആശയില്ലെങ്കിൽ കല്യാണം കഴിക്കോ? കഴിക്കാൻ ചില ഇല്ല, ആശയാണ് ഇല്ലേ? ആശ വേണം. ആഗ്രഹം ഇല്ലാത്ത ഒരാൾ കൃഷി ചെയ്യാൻ പോവോ? ആഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോവോ? എന്നാൽ ഇതൊക്കെ ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ഹൃദയത്തിന്റെ. അപ്പൊ ഇവിടെ കൃത്യമായി ഹൃദയം ഈ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കണം. ഹൃദയത്തിന്റെ പണി എന്താ? ഈ ആഗ്രഹത്തെ നിയന്ത്രിക്കണം. ഇല്ലെങ്കിൽ ഈ ആഗ്രഹം കൈക്കൂലി വാങ്ങും. ഈ പട്ടാളക്കാര് അങ്ങനെയാണ് പലിശക്ക് പണം എടുക്കുന്നത്, കച്ചവടത്തിൽ തട്ടിപ്പ് കാണിക്കണതൊക്കെ ഹൃദയം നിയന്ത്രിക്കാത്ത പട്ടാളക്കാരാണ്. പിടികിട്ടു? സിമ്പിളായിട്ടെന്ന് പറഞ്ഞ്, നമ്മുടെ ശരീരമാകുന്ന രാജ്യം ഭരിക്കുന്ന രാജാവാണ് ആര്? ഹൃദയം അല്ലേ? ഈ ഹൃദയത്തിന് 2 തരം പട്ടാളക്കാരുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നതും കാണാൻ പറ്റാത്തതും. 2നെ നിയന്ത്രിക്കുന്നത് ആരാ? ഹൃദയമാണ്. അപ്പൊ ഹൃദയം നിയന്ത്രിച്ചില്ലെങ്കിൽ അവിടെ പട്ടാള അട്ടിമറി നടക്കും. ഹൃദയത്തെ ആര് ഭരിക്കും? പട്ടാളക്കാർ ഭരിക്കും. അവർ തോറ്റുപോകും. അവർക്ക് ജീവിതത്തിലും സമാധാനം ഉണ്ടാവൂല, നാളെ പരലോകത്തും സമാധാനം ഉണ്ടാവൂല. എന്നാൽ ഹൃദയം ഇവരെ ഭരിക്കുകയാണെങ്കിൽ, നന്മയിൽ ഭരിക്കുകയാണെങ്കിൽ, ദുനിയാവിലും സന്തോഷം, നാളെ ആഖിറത്തിലും സന്തോഷം. എന്ത് രസമായിരിക്കും ലൈഫ് അല്ലേ? അതുപോലെ തന്നെ ഇപ്പോ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത മറ്റ് പടന്മാരെയൊക്കെ ഒന്ന് പറഞ്ഞേ. ദേഷ്യം അല്ലേ? ദേഷ്യം പറയാം അല്ലേ? ദേഷ്യം അങ്ങനെയല്ലേ? കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? നമ്മുടെ ദേഷ്യമൊക്കെ നമ്മൾ എവിടെ കാണിക്കണത്? ഏറ്റവും കൂടുതൽ നമ്മൾ ദേഷ്യപ്പെടുന്നത് ആരോടാ? ആരോടാ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത്? പറയണമെന്നുണ്ട് എനിക്കറിയാം. ഏറ്റവും കൂടുതൽ ആരോട് ദേഷ്യപ്പെടും? കെട്ടിയോളോടും പിള്ളേരോടും അല്ലേ? എന്തേ? തിരിച്ചടിക്കൂല, അത് തന്നെ അല്ലേ? തിരിച്ചടിക്കുമായിരുന്നെങ്കിൽ കൈ പൊങ്ങുമായിരുന്നോ? കൈ പൊങ്ങോ? നിങ്ങൾ പറയണില്ല. തിരിച്ചടിക്കുമെങ്കിലും നമ്മളെ കൈ പൊങ്ങോ? ഇല്ലല്ലോ. അപ്പൊ ഈ ദേഷ്യം നമുക്ക് ആവശ്യമാണ്. ദേഷ്യമില്ലാത്ത മനുഷ്യൻ 2 കാലിൽ നടക്കുന്ന കഴുതയാണെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആവശ്യത്തിന് ദേഷ്യം വേണം. നമ്മൾ അപമാനിക്കപ്പെടുന്ന ഘട്ടത്തിൽ, നമ്മുടെ ദീൻ നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിലൊക്കെ ദേഷ്യപ്പെടണം. പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ദേഷ്യം അതിര് കടന്നാൽ, ഹൃദയത്തിന്റെ പിടുത്തം വിട്ടാൽ ദേഷ്യം കൊലപാതകത്തിലേക്ക് എത്തിക്കും. ആവശ്യമുള്ള കാമം ഇല്ലേ, ഇത് പിടുത്തം വിട്ടാൽ
പീഡനങ്ങളിലേക്ക്, ബലാത്സംഗങ്ങളിലേക്ക്, വ്യഭിചാരത്തിലേക്ക് എത്തിക്കും. അല്ലെ? ഈ പട്ടാള അട്ടിമറി നടന്ന് ഹൃദയത്തെ ഭരിക്കുന്ന അവയവങ്ങളായി മാറിയാൽ എന്ത് സംഭവിക്കും? വ്യഭിചാരം നടക്കും, പീഡനം നടക്കും. അപ്പൊ അൽ ഖൽബ് അള്ളാഹുവിന്റെ അർശിന്റെ പ്രതിബിംബമായ ഹൃദയമായി മാറിയാൽ ആ ഹൃദയം പറയുന്നത് അനുസരിച്ച് മാത്രമേ ഈ അവയവങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത നമ്മുടെ വികാരങ്ങളും ഈ ഹൃദയത്തെയാണ് വഴിപ്പെടുക. ആ ഹൃദയത്തെ വഴിപ്പെടുന്ന അവയവങ്ങൾ കൊണ്ട് നമുക്ക് സമാധാനം അല്ലാതെ വല്ലതും ഉണ്ടാവോ? നിങ്ങൾ പറയും, ഉണ്ടാവോ? ഇല്ല. ആ ഹൃദയം അല്ല എന്ന ചിന്തയിൽ നിന്ന് എങ്ങനെയാ ദൂരെ പോണേ? അവൻ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടാൻ നിൽക്കണ സമയത്ത് അവന്റെ മനസ്സിൽ പിന്നെ അല്ലയല്ലാതെ ആരാണ്ടാവുക? റസൂലുള്ളയല്ലാതെ ആരാണുണ്ടാവുക? അവർക്കാണ് റസൂലുള്ളാനെ ഹൃദയത്തിലേക്ക് ചേർത്തു പിടിക്കാൻ കൊതി. മനസ്സിലായോ? ഇവരാണ് മുഅ്മിനീങ്ങൾ. ഇവരാണ് ആര്? ഇവരോടാണ് അല്ലാഹ് പറയണത്, യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലേ? ഇവരോടാണ്. ഇവരുടെ സമ്പത്താണ് ആരോട് എടുക്കാൻ പറഞ്ഞത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ആരോട് എടുക്കാൻ പറഞ്ഞത്? റസൂലുള്ളാഹ്. അല്ലേ? ഖൽബിൽ അല്ലാഹുവും റസൂലുള്ള അത്രമേൽ എല്ലാത്തിനേക്കാളും അള്ളാഹുവിനെയും റസൂലിനെയും പ്രണയിക്കുന്നവരുടെ സമ്പത്താണ് ആരോട് എടുക്കാൻ പറഞ്ഞത്? റസൂലുള്ളാഹി. ഖുദ് മിൻ അംവാലിഹിം, സൂറത്ത് തൗബയിലുണ്ട്. ഖുദ് എന്താ പറഞ്ഞത്? നബി അങ്ങ് എടുത്തോളണം. മിൻ അംവാലിഹിം, അവരുടെ പണത്തിൽ നിന്ന്, സ്വതക്കത്തൻ, ഇത് അങ്ങയുടെ അവകാശമാണ്, അങ്ങേക്ക് ധാർമ്മികമായിട്ട് എടുക്കുക, ചോദിക്കുകയും പറയുന്നും വേണ്ട. അങ്ങനെ എടുത്തത് എന്തിനാ? തുസക്കീഹിം, അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടോ ഫസ്വല്ലി അലൈഹിം, അവരുടെ മേലങ്ങ് ദുആ ചെയ്യണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഫഇന്ന സ്വലാത്ത സക്കനുൽ ലഹും, അങ്ങയുടെ പ്രാർത്ഥന, അങ്ങയുടെ നോട്ടം, അതാണ് അവരുടെ സമാധാനം. അങ്ങയുടെ നോട്ടമാണ് അവരുടെ സമാധാനം. നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ പ്രേരണ നൽകുന്നത് എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്നറിയുമ്പോൾ എന്നെ എൻ്റെ റസൂലുള്ള പരിഗണിച്ചു എന്ന ചിന്ത മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയി എന്നുള്ള ആവലാതി ഉണ്ടാവൂല. അതിന് കൽബ് തുറന്നു കിട്ടണം. കൽബ്, നിങ്ങൾ പറയണ കൽബ് എന്ത് ചെയ്യണം? തുറന്നു കിട്ടണം. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ആഴ്ച പറയാം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ എല്ലാവർക്കും സെറ്റായല്ലോ. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. അപ്പോൾ കൽബ് തുറന്നു കിട്ടാൻ നമുക്ക് അള്ളാഹിനോടുള്ള മഹബത്ത് വേണം. അതാണ് അടിത്തറ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങളൊക്കെ അടുത്ത ഞായറാഴ്ച നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ റെഡിയല്ലേ? അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ഏതായാലും ഈ ക്ലാസ് മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ടോ, മനസ്സിൽ നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളെല്ലാവരും അൽഹംദുലില്ലാ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ല, ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഉസ്താദേ, മനസ്സിലാകുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയും പറഞ്ഞോ. മനസ്സിലായോ? ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇത് കേട്ടിട്ട് നിങ്ങളുടെ കൽബിന് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ, പടച്ചോനായിട്ട് നിങ്ങൾ അടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം പറയണം. അതിനു മുമ്പ് അൽഹംദുലില്ലാ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഹദിയ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ. ചോദ്യമൊക്കെ നമുക്ക് നാളെ ചോദിക്കാം ഇല്ലേ? അപ്പോൾ ഇന്ന് അൽഹംദുലില്ലാ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് കാണട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സദസ്സ് കബൂൽ ചെയ്യട്ടെ. ഏത് മുറാദ് വെച്ചുകൊണ്ടാണോ ഈ സദസ്സിൽ പങ്കെടുത്തത്, ലക്ഷ്യങ്ങളെല്ലാം അല്ലാഹ് പൂർത്തീകരിക്കട്ടെ. അപ്പോൾ സമയം ദീർഘിച്ചു പോയതുകൊണ്ട് വലിയൊരു ദുആയിലേക്ക് കടക്കുന്നില്ല. അടുത്ത മജ്ലിസിൽ നമുക്ക് മനസ്സറിഞ്ഞ് ദ്വാരക്കാം. ഈ സദസ്സ് തന്നെ മതി, അൽഹംദുലില്ലാ തന്നെ മതി. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.